ഈ നഗരത്തിലേക്ക് ചേക്കേറിയിട്ട് കാലം ഇത്രയൊക്കെ ആയെങ്കിലും എന്റെ ഈ യാത്ര തുടങ്ങിയത് രാമപുരത്തെ മണ്ണിൽ നിന്നല്ലേ രുക്മിണി? ഇന്നേക്ക് പ്രായം 75 തികയുന്നു. നമ്മള് നടന്ന മരത്തിന്റെ തണലില് നമ്മൾ ഒരിക്കലും ഇരിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മരം നടുമ്പോഴാ മണിക്കുട്ട നമ്മള് നല്ല മനുഷ്യരാവുന്നത്. മനസ്സിലായോ? എന്തോ കരിയുന്ന മണം. അയ്യോ, ദോശ. അമ്മേ, ദോശ നോക്കിയേക്കണേ. A person sells an article at a profit of 15% instead of a loss of 10%. ചേച്ചി, അത് എന്റെ ചായ, അതിങ്ങ് തന്നെ. അമ്മ നിനക്ക് വേറെ ചായ ഇട്ട് തരുവടി. തിരുത്തി പഠിച്ചു മണിക്കുട്ട നീ? പഠിച്ചേച്ചി. അച്ഛൻ കഴിച്ചിട്ടാണോടാ പോയെ? എവിടുന്ന്? ഒരു കാലിച്ചായം കുടിച്ച് പപ്പടക്കെട്ട് എടുത്തോണ്ട് രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. അയ്യോ, അപ്പൊ അച്ഛനൊന്നും കഴിച്ചില്ലേ? ഓ, നിന്റെ അച്ഛൻ ഇള്ള കുട്ടിയൊന്നും അല്ലല്ലോ വാരി വായിലോട്ട് വെച്ചു കൊടുക്കാൻ. എനിക്ക് മതി അമ്മേ. ഓ, ഒരെണ്ണം വല്ലേ കഴിച്ചോളൂ. ഇതൂടെ കഴിക്കുമോളെ. നീ കഴിക്കുന്നില്ലയോടി? വേണ്ട, സമയമില്ല. 7:30 ബസ് പോയാ പിന്നെ എനിക്ക് പരീക്ഷയ്ക്ക് എത്താൻ പറ്റില്ലെന്ന് ഞാൻ അമ്മയടുത്ത് പറഞ്ഞല്ലേ. ചേച്ചി വെറുതെ മെനക്കെട്ട് പോവാ. ഈ എൻട്രൻസ് എക്സാമിന് സ്പെഷ്യൽ കോച്ചിങ് ഒക്കെയുള്ള പണക്കാര് പിള്ളേര് കാണും. ഉണ്ടായിക്കോട്ടെ. ഈ മാളു ആരാ മോള് മോളെ? ചേച്ചി, ചേച്ചി പൊളിക്ക്. ഓൾ ദി ബെസ്റ്റ്. ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഉറപ്പായിട്ടും. ശരി ചേച്ചി. ബൈ. അമൃതേച്ചി, ദേ നമ്മൾ ഓർഡർ ചെയ്ത ബോൺസൈ ട്രീ വന്നിട്ടുണ്ട് കേട്ടോ. അല്ല, ഇതെന്താ പരിപാടി? എന്റെ സ്വപ്നം മ്യൂസിക് സ്റ്റഡി ഇൻ US. അതിന് മുത്തശ്ശി സമ്മതിച്ചോ? സമ്മതിക്കും. ഇനി എന്താ തടസ്സം? അമൃതേച്ചിക്ക് ഒറ്റയ്ക്ക് ഒരു ചുക്കും ചെയ്യാനാവില്ലെന്നും വിശന്ന ഫുഡ് എടുത്ത് കഴിപ്പിക്കാൻ പോലും ചുറ്റും 10 ആള് വേണമെന്നല്ലേ മുത്തശ്ശൻ പറയുന്നേ? അതൊന്നും ഇനി പറയാൻ പറ്റില്ല. മുത്തശ്ശൻ പറഞ്ഞ പോലെ കഴിഞ്ഞ 6 മാസം ഞാൻ ഒറ്റയ്ക്കല്ലേ മുംബൈയിൽ താമസിച്ചത്. ഞാൻ ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി വാക്ക് പാലിക്കേണ്ടതേ മുത്തശ്ശന്. ഇന്നത്തെ ദിവസം എന്തായാലും മുത്തശ്ശൻ നല്ലൊരു തീരുമാനം തന്നെ പറയും. എന്റെ ഇൻഡിപെൻഡന്റ് ചേച്ചി നിന്നേ. ഇപ്പോഴും വേണം കൂടെ 10 ആള്. ചെല്ലേ. രാവിലെ തന്നെ മുത്തശ്ശന്റെ ഫേവറേറ്റ് സോങ് ആണല്ലോ. അപ്പ ഇന്ന് നല്ല മൂഡില. അല്ല മൃതേശി, മുത്തശ്ശന്റെ പിറന്നാളിന് ഈ ഗിഫ്റ്റ് വല്ലാത്തൊരു വെറൈറ്റി ആയി പോയല്ലോ. നല്ലൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് കൊടുക്കുന്നതായിരുന്നു നല്ലത്. അല്ല, എന്റെ ഒരു സജഷൻ ആണേ. അതെ, നിനക്ക് സീൻ ശരിക്കും അങ്ങോട്ട് പിടി കിട്ടാഞ്ഞിട്ടാ. ആക്ച്വലി ഇത് വെറും ഒരു ബോൺസായി ട്രീ അല്ല, നമ്മുടെ ഫാമിലി ട്രീയാ. ആദ്യം തന്നെ അച്ഛനും അമ്മയാണല്ലോ. ഇന്നത്തെ
ഇന്നത്തെ ദിവസമെങ്കിലും ഈ ജോലി തിരക്കൊക്കെ ഇത്തിരി നേരം മാറ്റി വെക്കേണ്ട രാജേട്ടാ. കമ്പനിയിലെ അക്കൗണ്ട്സിലെ ചില പ്രശ്നങ്ങളാ സുമിത്രേ. എപ്പം നോക്കിയാലും അച്ഛന്റെ ഓഫീസ് കാര്യങ്ങളാ. അച്ഛന്റെ ആണെങ്കിലും നമ്മുടെ സ്വന്തം കമ്പനി തന്നെയല്ലേ, അതാ. കമ്പനി പോലെ തന്നെ ഇമ്പോർട്ടന്റ് ഫാമിലിയും. പറ, എന്താ ഇപ്പൊ നിന്റെ പ്രശ്നം? അമൃത വലിയ പ്രതീക്ഷയിലാ. സ്റ്റേറ്റ്സിൽ പോയി മ്യൂസിക്കിൽ PhD എടുക്കാന്നുള്ളത് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹ. പേപ്പേഴ്സ് ഒക്കെ റെഡി ആയിട്ടിരിക്കല്ലേ? അതിന് അവളിപ്പോ മുംബൈയിൽ നിന്ന് തിരിച്ചെത്തിയതല്ലേ ഉള്ളൂ. അതെ, എന്നാലും അച്ഛന്റെ തീരുമാനം ഒന്നറിയാൻ. രാജേട്ടൻ അച്ഛനോടൊന്ന് സംസാരിക്കോ? അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. അച്ഛൻ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും. അമൃതയുടെ കാര്യത്തിലും അതങ്ങനെ തന്നെ വരൂ. ഇനി ചെറിയച്ഛനും ചെറിയമ്മേ. ഇപ്പൊ കറക്റ്റായി അല്ലേ ആശേ? പക്ഷേ സാരിയുടെ പ്ലീറ്റ് ശരിയാക്കി തരാനല്ലാതെ കൊള്ളാവുന്ന വല്ലതും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റൂന്ന് കൂടി നിങ്ങളുടെ അച്ഛനെ ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിലേ മ്യൂസിക് കമ്പനിയുടെ CEO ആയിട്ട് നിങ്ങളുടെ ഏട്ടൻ വിലസുന്നത് അധികം വൈകാതെ നമ്മൾ കാണേണ്ടി വരും. ആരോടാ ഞാൻ മത്സരിക്കണ്ടേ? എന്റെ ഏട്ടനോടോ? എന്തിനാ ആശയ ഈ മത്സര ബുദ്ധിയൊക്കെ? ഹോ, ഇങ്ങനെ ഒരു നിർഗുണ പരബ്രഹ്മം, കരയുന്ന കുഞ്ഞിനെ പാലുള്ള മനുഷ്യ. അച്ഛനങ്ങനെ ആരോടും ഒരു വേർതിരിവും. മിണ്ടി പോകരുത്. ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു. രാജേട്ടന്റെ സുമിത്രേട്ടത്തിന്റെ മക്കൾക്ക് കിട്ടുന്ന സ്ഥാനമാണോ നമ്മുടെ മക്കൾക്ക് ഈ വീട്ടിലുള്ളത്? ആണോ? എല്ലാം നിന്റെ ഓരോ തോന്നലുകളാ. സത്യത്തില് ഇങ്ങനൊരു തിരുമണ്ടൻ പതുക്കെ ചുറ്റും നടക്കുന്നതൊന്നും കണ്ടാലും തിരിച്ചറിയാനുള്ള ബുദ്ധി നിങ്ങൾക്കില്ല. അതാ പ്രശ്നം. അത് ഞാൻ നമ്മുടെ രാകേഷും ശ്രുതി എന്താ അച്ഛന്റെ ചെറുമക്കളല്ലേ? അമൃതയെ മാത്രം ഈ വീട്ടിൽ എല്ലാവർക്കും വലിയ പുന്നാരാണല്ലോ. നമ്മുടെ ശ്രുതിയും അവളെ പോലെ തന്നെയല്ലേ? അവൾ എത്ര സന്തോഷായിട്ട് ഇവിടെ നമ്മുടെ കൂടെ ജീവിച്ചേനെ. അത് പറ്റില്ല. വിനീതിന്റെ വീട്ടിൽ നിന്നാ മതിയെന്ന് അച്ഛൻ നിർബന്ധം പിടിച്ചതോ? അത് പിന്നെ കല്യാണം കഴിഞ്ഞ ഭാര്യ ഭർത്താവിന്റെ വീട്ടിലല്ലേ ആശ നിൽക്കണ്ടേ? അല്ല, നീ ഈ വീട്ടിലല്ലേ നിൽക്കുന്നേ, അല്ലാതെ ഞാൻ നിന്റെ വീട്ടിലൊന്നുമല്ലോ നിൽക്കുന്നേ. മതി, രാവിലെ എന്റെ മൂട് കളയാൻ വരരുത്. ആശ, ഞാൻ എവിടെ? നന്നായി. അമൃത കൊടുക്കുന്ന ഗിഫ്റ്റിനെക്കാളും എന്തുകൊണ്ട് ഒരു പടി മുന്നിൽ നിൽക്കണം നമ്മൾ കൊടുക്കുന്നത്. ഇത്രത്തോളം മുത്തശ്ശന് പ്രയോജനപ്പെടുന്ന യുണീക്കായ ഒരു സൂപ്പർ ഗിഫ്റ്റ് ഈ ബർത്ത്ഡേക്ക് ആരും കൊടുത്തിട്ടുണ്ടാവില്ല. എന്താ സംഗതി? ഷുഗർ ഫ്രീ കേക്ക്. ഈ ഗിഫ്റ്റ് കാണുമ്പോഴേ മുത്തശ്ശന്റെ ആരോഗ്യകാര്യത്തില് നമ്മൾ എത്രത്തോളം ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്ന് മുത്തശ്ശന് മനസ്സിലാവും. എങ്ങനെയുണ്ട് എന്റെ സെലക്ഷൻ? തേങ്ങ. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ആരോഗ്യമല്ലേ ഏറ്റവും പ്രധാനം. എന്നെ പറഞ്ഞാ മതി. നിന്നെ ഈ കാര്യം ഏൽപ്പിച്ചപ്പോഴേ ഞാൻ ഓർക്കണമായിരുന്നു. ഇത് കുളമാക്കി കൈ തരൂന്ന്. ഹായ് ശ്രുതി, ഒറ്റയ്ക്കുള്ളോ? ബാലെവിടെ? നല്ലൊരു ദിവസമായിട്ട് എന്റെ വായിരിക്കുന്നത് നിനക്ക് കേൾക്കണം. ഓ, നിങ്ങൾ കണ്ടില്ലല്ലോ, ഞങ്ങളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഇതെന്താ ബോൺസായി ട്രീയോ? കൊള്ളാലോ. ബോൺസായി അല്ല, ഫാമിലി ട്രീ. ഓ, മുത്തശ്ശനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റാ. അമൃതേച്ചിയുടെ ഐഡിയ. അല്ല, മുത്തശ്ശൻ എവിടെ? റൂമിലാ, താഴേക്ക് വന്നില്ല. ആഹാ, ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണല്ലേ, താഴേക്ക് വരുന്നില്ലേ? കുട്ടികളൊക്കെ കാത്തിരിക്കുക പിറന്നാൾ ആഘോഷിക്കാൻ. ഭഗവാനെ, പതിവ് മുടക്കിയില്ല അല്ലേ? ഈ നഗരത്തിലേക്ക് ചേക്കേറിയിട്ട് കാലം ഇത്രയൊക്കെ ആയെങ്കിലും എന്റെ ഈ യാത്ര തുടങ്ങിയത് രാമപുരത്തെ മണ്ണിൽ നിന്നല്ലേ രുക്മിണി? ഇന്നേക്ക് പ്രായം 75 തികയുന്നു.
അച്ഛാ ആഹാ ബസ് ഇപ്പൊ വരും. മോളെ കണ്ടില്ലല്ലോ എന്ന് അച്ഛൻ ഓർത്തതേ ഉള്ളൂ. അച്ഛൻ എന്താ ഒന്നും കഴിക്കാതെ ഇറങ്ങിപ്പോന്നെ? ചില നേരത്ത് നിന്റെ അമ്മയുടെ സ്വഭാവം മോൾക്കറിയാലോ. മനസമാധാനമായിട്ട് കഴിച്ചാലല്ലേ തൊണ്ടേന്ന് വല്ലതും താഴോട്ടിറങ്ങും.